ഒരു കഴിച്ചെടുക്കുമ്പം ഗുലുമാൽ ഗുലുമാൽ വരൂ വന്നോട്ടെ. അല്ല, ഈ കേസ് കോടതി പോകുമ്പോ നിങ്ങൾ കാല് മാറുമോ? വക്കീലേ, കോടതി കയറാനുള്ള കായൊന്നും നമ്മളെ ഗെയിമിൽ ഇല്ല കേട്ടോ. നീ പറഞ്ഞില്ല എന്ന് വേണ്ട. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. അതല്ല ശീതള സാർ നോക്കിക്കോളൂ. വന്നല്ലോ. സാർ നമ്മുടെ കാര്യങ്ങള് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വായിക്കട്ടെ. ഞാൻ ഞാൻ 2/6/2014 ഗ്യാസ് കണക്ഷന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ സംബന്ധിച്ച വിവരമറിയാൻ പലതവണ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും അനുകൂലമായ മറുപടി ലഭിച്ചിട്ടില്ല. മാത്രമല്ല, മോശമായ സമീപനമാണ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായത്. അയ്യേ, അതേ തരുത്. മോശമായിട്ട് അവർ നമ്മളോട് പെരുമാറിയില്ല. അത് വെട്ടിക്കളിങ്ങൾ. ഇതല്ല സാറേ, കാലിന് ഉറപ്പില്ലാത്ത ഇയാളുമായിട്ട് കേസിന് പോണോ? ഇതെന്തുട്ടാ പറഞ്ഞ ഭാഷ? ഇത് വക്കീല് ഭാഷയാണ്. ജാതിയൊക്കെ എഴുതി പിടിപ്പിച്ചാൽ നമ്മുടെ അപേക്ഷ അങ്ങോട്ട് പരിഗണിക്കുള്ളൂടെ. സാർ വായിക്കി. ബഹുമാന്യ സർക്കാരിന്റെ വിവരാവകാശ നിയമപ്രകാരം എന്റെ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച് തിരക്കിയപ്പോൾ മുൻഗണനാ ക്രമത്തിൽ കിട്ടുമെന്ന മറുപടിയാണ് ലഭിച്ചത്. ആ മറുപടി തൃപ്തിയല്ലാത്തതിനാൽ ഞാൻ ആദ്യം നൽകിയ ഗ്യാസ് കണക്ഷനുള്ള അപേക്ഷയുടെ പകർപ്പ് ബഹുമാന്യ കോടതി വാങ്ങിത്തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. അപ്പൊ ഇനി ഇവിടെ ഒരു ഒപ്പിട്ടോ. 3000. ഒരു കടലാസിൽ എഴുതിന് 3000. പറഞ്ഞത് സാധാരണ കടലാസല്ലത് നമ്മുടെ സിലിണ്ടറിന്റെ പേപ്പറിന്. ഈ സാധനം അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ നമ്മുടെ സതീശിന് അമിട്ട് പൊട്ട ഒരു പൊട്ടിത്തെറിക്കലാണ്. ഒരാഴ്ച കൊണ്ട് നമുക്ക് കണക്ഷനും കിട്ടും. ഉറപ്പല്ലേ? ആളുകൾ കേൾക്കും. നാണക്കെടാണത്. ഇതിന് വലിയ നാണക്കെടലോടെ ജയിലിൽ പോയി കിടക്കുമ്പോ. ജയിലിൽ പോവാൻ സാർ ആരെങ്കിലും കൊന്നോ? വല്ലവന്റെ എന്തെങ്കിലും മോഷ്ടിച്ചോ? പിന്നെ എന്താ? ഈ കത്തിന് മൊയ്തുവിന്റെ ഫയല് കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ മറുപടി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോവും. ഈ സാർ എന്തൊക്കെ പിച്ചുമ്പോ ഈ പറയുന്നത്? 1993 പൊതുരേഖാ നിയമപ്രകാരം എന്നെ 5 വർഷം ജയിലിലടക്കുന്നതിന്റെ ആദ്യ പടിയാണിത്. ഇതിന് ഞാൻ എന്ത് സമാധാനം പറയും? മൊയ്തുവിന്റെ ഫയൽ ഇവിടെ കാണാനില്ലാന്നോ, അതോ അത് കത്തിച്ച് കളഞ്ഞോ, അതോ അയാൾ ഇവിടെ തന്നിട്ടില്ലാന്നോ? ഞാൻ എന്ത് പറയും? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ സാറ് ദേഷ്യപ്പെടും. എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. സാർ എത്രയും പെട്ടെന്ന് ആ ശീതളൻ സാറിനെ ഒന്ന് പോയി കാണും. എന്തിന്? എനിക്ക് സൗകര്യമില്ല. അല്ല, അയ്യോളാണോ ഇത് ചെയ്തത്? ചുമ്മാ കാണാത്ത കാര്യം പറയില്ല സാറേ. മേഡത് എന്തറിഞ്ഞിട്ടാ പറയണത്? ശീതളൻ സാറിന് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്. കേന്ദ്ര കമ്മീഷന്റെ ഓർഡർ അനുസരിച്ചിട്ട് വെറുതെ കോടതി കയറണോ? അത് നേരാ സാറേ. ഈ കാര്യത്തിൽ കോംപ്ലക്സ് ഒന്നും നോക്കണ്ട. സാറ് നേരിട്ട് പോയി പറഞ്ഞ പുള്ളിക്കാരൻ ചെയ്തു തരും. എന്നാ ഞാൻ ആദ്യം ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിൽ കൂടിയാണോ പറയണേ? നേരിട്ട് പോയി പറയണ്ടേ? എനിക്ക് എന്റെ സംഘടനക്കാരോടൊന്നും സംസാരിക്കണം ആദ്യം. സാർ ഇത് കുളമാക്കും. എന്നാ മൂവ്മെന്റ് രജിസ്റ്ററിൽ ഒന്ന് സൈൻ ചെയ്തിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആര് വന്നാലും അസുഖമായിട്ട് പോയതാണ്, ഇപ്പൊ വരുന്ന ഞാൻ പറഞ്ഞോളാം. സാറ് ചെല്ല്. പോയല്ലേ? പിന്നല്ല, അതിന് എന്ത് നോക്കാനാ?